ഇക്കണോമിക്സ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കരിയറാണ്, ഒരു സബ്ജക്റ്റാണ്. നമുക്കറിയാം വിപണിയെക്കുറിച്ച്, സർക്കാരിനെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച്, സാമ്പത്തിക മേഖലകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഒരു സയൻസ് ഉണ്ട്. ആ സയൻസാണ് ഇന്നത്തെ സാമ്പത്തിക മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഒരു രാജ്യത്താണെങ്കിലും, ഇനി അതല്ല ഒരു ചെറിയ സ്റ്റേറ്റിലാണെങ്കിലും, ഒരു പഞ്ചായത്തിനാണെങ്കിലും, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു ഫാമിലിക്കാണെങ്കിലും, വ്യക്തിപരമാണെങ്കിലും ഇക്കണോമിക്സിൻ്റെ സയൻസ് മനസ്സിലാക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ അവസരങ്ങൾ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു വരും. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ വളരെ സിമ്പിളായിട്ട് ആരും കാണാൻ തയ്യാറാകണ്ട. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വരുന്ന മേജർ സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഇക്കണോമിക്സ്. അതിന് പല രീതികളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ മൈക്രോ എക്കണോമിക്സും, മാക്രോ എക്കണോമിക്സും, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സും, അപ്ലൈഡ് എക്കണോമിക്സും, അങ്ങനെ പല സ്പെഷ്യലൈസേഷനിലേക്കൊക്കെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ഏതൊരു വ്യക്തിയുടേതാണെങ്കിലും, സമൂഹത്തിൻ്റെതാണെങ്കിലും, രാജ്യത്തിൻ്റെതാണെങ്കിലും, കമ്പനികളുടേതാണെങ്കിലും, കോർപ്പറേറ്റ് മേഖലയിലുള്ള ഒരു MNCകളുടെ ഒക്കെ എന്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ഇക്കണോമിക്സിനെ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ജോബുകൾ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഒരു ഹയർ ലെവലിലേക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് തന്നെ ഒരു മില്യണറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച രീതിയിൽ അതിനെ പ്ലാനിങ് ചെയ്യാം. മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ വെർഷൻസുകൾ, അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ സയൻസുകൾ, അതിൻ്റെ പഠനങ്ങൾ, ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കണോ, കുറച്ചുകൂടി മേജർ ലെവലിൽ പഠിക്കണോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ അതിൽ ഇക്കണോമിക്സിൻ്റെ ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് ഉയരാൻ പാടില്ല എന്നർത്ഥം. കാരണം ഇക്കണോമിക്സ് പഠിക്കേണ്ടത് ആ ഇക്കണോമിക്സ് മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം അതിലേക്ക് പോകേണ്ടത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ജോബ് ചെയ്യുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിക്കാരനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരാളായിട്ടും നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലേക്ക് മാറ്റപ്പെടാൻ കഴിയുന്ന നല്ല ചാൻസ് ഉള്ള ഒന്നാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണെങ്കിലും, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും, സാധാരണ കോളേജുകളിലാണെങ്കിലും, ഇനി ഡിഗ്രി ആയിട്ടാണെങ്കിലും, PG ആയിട്ടാണെങ്കിലും, PhD ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ കോളേജ് ഏതാകണം, കോഴ്സ് ഏതാകണം എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.